വെള്ളി നക്ഷത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി നൃത്തപ്രാധാന്യമായ ഒരു സിനിമയിൽ നായകനാകുന്നു. ഇത് ശരിയാണോ എന്നാണ് ചോദ്യം. മമ്മൂട്ടി എത്രയോ കഥാപാത്രങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നൃത്തപ്രാധാന്യത്തിന് എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അതല്ല, മമ്മൂട്ടിക്ക് ഡാൻസ് ഒന്നും ചെയ്യാൻ അറിയില്ല. മമ്മൂട്ടിയെ മോഹൻലാൽ നിർത്തി ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ മമ്മൂട്ടി എങ്ങനെ ഡാൻസ് കളിക്കും? മോഹൻലാലിനെ കസർന്ന് ഞാൻ പറഞ്ഞു അതൊക്കെ പഴയ കാലത്താണ്. പഴയ കാലം എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഡാൻസിലൊന്നും ഒത്ത ശ്രദ്ധിച്ചിരുന്നില്ല. മാത്രമല്ല PG വിശ്വംഭരൻ്റെ സ്ഫോടനം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാടി, ഡൂപ്പില്ലാതെ ചാടാൻ പറഞ്ഞ് ചാടി കാലൊടിഞ്ഞു. ഇപ്പോഴും മമ്മൂട്ടി നടക്കുമ്പോഴും ഒക്കെ കാലിന് ചെറിയൊരു പൊട്ടുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് മമ്മൂട്ടി ഡാൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഡാൻസ് അറിയില്ലല്ലോ എന്ന് തോന്നാൻ കാരണം. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം അത്യാവശ്യം ഡാൻസ് ചെയ്യേണ്ടതാണെങ്കിൽ മമ്മൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഡാൻസ് ചെയ്യും. പിന്നെ ഞാൻ ഈ കേൾക്കുന്നത് വാർത്ത ശരി തന്നെയാണ്. കാരണം മോഹൻലാലിനെ പോലെ മാത്രമല്ല, കമലഹാസനാണ് മമ്മൂട്ടിയുടെ മനസ്സിലുള്ളത് നർത്തകൻ. അത് ഈ സാഗര സംഗമം എന്നുള്ള സിനിമയുണ്ട് കമലഹാസന്റെ, നൃത്ത പ്രാധാന്യമുള്ളതുണ്ട്. നിലവാരമായിട്ട് ഡാൻസ് ചെയ്തിട്ടാണ്. അതുപോലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്ന് കുറെ കാലമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ യാദൃശ്യമായിട്ട് തൻ്റെ സുഹൃത്ത് സദസ്സിൽ വെച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനൊരു ആഗ്രഹം അറിയാതെ പുറത്ത് ചാടിയപ്പോൾ അങ്ങനെ മമ്മൂട്ടിയുടെ വായേന്ന് വീഴാൻ ചാടി പിടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്, കൂട്ടുകാർ. കാരണം വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ വീഴുള്ളൂ. അതിന് പറ്റിയ ഒരു എഴുത്തുകാരനെയും കണ്ടെത്തിയിരിക്കുന്നു. പക്ഷെ പ്രശ്നം മമ്മൂട്ടി മാത്രമല്ല, മമ്മൂട്ടിക്ക് തുല്യമായി ഇത്രയും പവർഫുള്ളായിട്ട് എതിരായിട്ട് നിൽക്കേണ്ട ഒരു നായിക കൂടി വേണം. ആ നായികക്ക് നല്ല നൃത്തം അറിയണം. അപ്പം അങ്ങനെ പ്രായം കൊണ്ടും തീരെ ചെറുപ്പമായിട്ട് മമ്മൂട്ടിയുടെ മോളുടെ പ്രായമുള്ള ആളെ കിട്ടിയിട്ട് കാര്യമില്ല. കഥാപാത്രത്തിന്റെ ആ രീതിയിൽ പോണ്ടേ. അപ്പം അങ്ങനെ ആരെ കിട്ടും? പ്രായവും വേണ്ടേ? അങ്ങനെ ഇവിടെ മനസ്സിൽ വന്നിരിക്കുന്ന ഇപ്പോൾ ഒരു പേര്, മഞ്ജു വാര്യരുടെ പേരും വന്നിട്ടുണ്ട്. ഇതെപ്പോൾ നടക്കുമെന്ന് ഞാൻ പറയാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്ന് നടന്നേക്കാം. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, മമ്മൂട്ടിക്ക് ഡാൻസ് അറിയില്ല എന്നുള്ളൊരു പഴയ ചിന്താഗതി നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു. മമ്മൂട്ടി ഇപ്പോഴും ഒരു വിദ്യാർത്ഥിയാണ്. ഏത് സിനിമ വരുമ്പോഴും അതൊരു പുതിയ സിനിമയാണ്, ഞാൻ അതിൻ്റെ പുതിയ നടനാണ് എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയാണ് മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ ഈയുടെ ഒരു നടന്റെ അഹങ്കാരം ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ടോന്നില്ല? എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കഥാപാത്രം, ഒരു നടനാണ് മമ്മൂട്ടി. തനിക്ക് കഴിയാത്ത കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഏതറ്റം വരെയും പോകും. അത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, ഇവിടെ ടെക്നോളജി, പുതിയ പുതിയ ടെക്നോളജി വരുന്നുണ്ട്. സിനിമയിലായാലും ജീവിതത്തിലായാലും ഇതായാലും ഏറ്റവും ആദ്യം ആ ടെക്നോളജി അറിയാൻ ശ്രമിക്കുന്നതും അത് കഴിയുന്നു സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടിക്ക് ഒരു ദൗർബല്യം എന്ന് പറഞ്ഞാൽ കുറെ കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു. എത്ര കൂളിംഗ് ഗ്ലാസ്! മമ്മൂട്ടിയുടെ വീട്ടിലെ ശേഖരത്തിലെ ആയിരക്കണക്കിന് കൂളിംഗ് ഗ്ലാസ് എന്നാണ് പറയുന്നത്. പിന്നെ ഭ്രമം കാറിനോടായി. കാറുകളുടെ നിര തന്നെ വീട്ടിൽ പോയാൽ കാണാൻ പറ്റും. അപ്പൊ ഓരോ വസ്തുവിനോടും തനിക്കുള്ള ആഗ്രഹവും അത്യാഗ്രഹവും മമ്മൂട്ടിക്കറിയാം. അതൊക്കെ ആഗ്രഹം കൊണ്ട് തന്നെയാണ്. അത്തരത്തിലുള്ള ആഗ്രഹവും അത്യാഗ്രഹവുമാണ് ഇപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. ഒരു ഫുൾ നൃത്തൻ, ആദ്യം തൊട്ട് അവസാനം വരെ ഒരു നർത്തകന്റെ റോളിൽ. പക്ഷെ ആ നർത്തകനൊരു പ്രത്യേകതയുണ്ട് അറിഞ്ഞിടത്തോളം. വെറും ഡാൻസ് കളിക്കുക, പാട്ട് പാടുക, കളിക്കുക എന്നുള്ളതല്ല. ആ നർത്തകന്റെ മനസ്സിലൊരു ക്രിമിനൽ ബുദ്ധിയുണ്ട്. ഒരു ക്രൈം ചെയ്യുന്ന ഒരു നർത്തകന്റെ റോള് കൂടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മമ്മൂട്ടി എങ്ങനെ സ്വീകരിക്കും നമുക്കറിയില്ല. പക്ഷെ അത് കേട്ടപ്പോൾ ഞാൻ ത്രില്ലടിച്ചു പോയി. കാരണം വെറും നൃത്തമല്ല, അതിൻ്റെ പുറകില് ആ ക്രൈമും നൃത്തവും പാട്ടും എല്ലാം കൂടി വരുമ്പോൾ ഇതെവിടേക്ക് പോക്ക്? ഇതെവിടുന്ന മമ്മൂട്ടി ഈ ഐഡിയ കിട്ടുന്നത് എന്ന് ചോദിക്കാൻ തോന്നുകയാണ്. എന്തായാലും ഈ പടം ചെയ്യണം. നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവരുണ്ട്, നിങ്ങൾക്ക് ഡാൻസ് അറിയില്ല എന്നുള്ളത്, അത് തെളിയിച്ച് കൊടുക്കണം.
വേണ്ടേ മിസ്റ്റർ മമ്മൂട്ടി?